ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. 84 സങ്കീർത്തനം 1, 2 തിരുവചനങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ വരുന്ന നിമിഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. തമ്പുരാനെ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമെന്ന് സങ്കീർത്തകനോടുകൂടെ ഞങ്ങളും പറയുന്നു. അങ്ങയുടെ സ്വരം ഞങ്ങളുടെ കാതുകളിൽ എത്തുന്നത്, ആ സ്വരത്തിന് ഞങ്ങളുടെ കാതുകൾ നൽകുന്നത് തമ്പുരാനെ എത്ര മനോഹരം! അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുന്നു. ഈ സമയം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കരം പിടിക്കണമേ ദൈവമേ. അങ്ങിൽ ആശ്രയിക്കുന്ന, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങിലെത്താനായി ആഗ്രഹിച്ച് തളരുന്ന ജീവിതങ്ങളായി ഞങ്ങൾ രൂപപ്പെടട്ടെ. ദൈവമേ, അങ്ങയുടെ സ്നേഹം, കരുണ, സമാധാനം, സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും വർഷിക്കണമേ. ഈ സമയം അങ്ങയുടെ വചനത്തിന് കാതോർക്കുന്ന എല്ലാവരും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ വലതു കരത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങൾക്ക് ബലമേകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും, ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവമക്കൾക്കും മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വചനഭാഗമാണല്ലോ ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. ഇതിന് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ചില കാര്യങ്ങൾ
നാം എങ്ങനെ സ്വീകരിക്കണം എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ പ്രത്യേകമായി നമ്മൾ നവംബർ മാസത്തിൽ ധ്യാനിച്ചത് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ വ്യക്തികളെക്കുറിച്ചാണല്ലോ. ഒരുപാട് പേർ, നമുക്ക് പ്രിയപ്പെട്ടവർ, നമുക്ക് പരിചയമുള്ളവർ, നമ്മോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നവർ ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ അരികിൽ നിന്നും മൺമറഞ്ഞു പോയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, മരണം എന്നത് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത്, തൻ്റെ തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിൽക്കാനും അല്പം കൂടി നന്മയിൽ മുൻപോട്ട് പോകാനും നമ്മെ സഹായിക്കും. ഒരുപാട് അതിഥികളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. സ്നേഹമുള്ളവരെ, അപ്രതീക്ഷിതമായി ചില വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലേക്കോ നമ്മുടെ അരികിലേക്കോ വന്നു ചേരുമ്പോൾ നാം സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് വലിയ ആനന്ദമാണ്. നാം ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ അങ്ങനെ വിദേശത്തുള്ള വ്യക്തികളൊക്കെ വന്നു ചേർന്ന് ചിലർക്ക് കൗതുകം ജനിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പറയാതെ, മുൻകൂട്ടി അവർക്ക് യാതൊരു സൂചനകളും നൽകാതെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ വലിയ ആനന്ദത്തിന് ആ കുടുംബങ്ങൾ, ആ ജീവിതങ്ങൾ വഴിമാറും. അപ്രതീക്ഷിതമാണെങ്കിലും നാം സ്നേഹിക്കുന്ന വ്യക്തികളാണ് അരികിലേക്ക് വരുന്നതെങ്കിൽ അത്രനാളും അവർക്കായി കരുതി വച്ചിട്ടുള്ള സ്നേഹം മുഴുവൻ നാം ആ ദിനങ്ങളിൽ പകർന്നു നൽകും. ഒരുപാട് നല്ല വാക്കുകൾ അവരോട് സംസാരിക്കും. അത് സ്വാഭാവികമാണ്. നാമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ മറുവശത്ത് നമുക്ക് താല്പര്യമില്ലാത്ത, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, വരണം എന്ന് നമ്മൾ കരുതാത്ത ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചെന്ന് വരില്ല. അദ്ദേഹത്തെ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളാൻ നാം തയ്യാറായെന്ന് വരില്ല. അതായത്, രണ്ടു തരത്തിലുള്ള അതിഥികളുണ്ട്. നാം സ്നേഹിക്കുന്നവർ നമുക്ക് ആനന്ദം നൽകും. വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും അവർക്കെതിരെ നാം മുഖം തിരിക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കലും നാം ഒന്നും ഓർമ്മിക്കാത്ത, വരും എന്ന് ഒരുപാട് പേരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെക്കുറിച്ചാണല്ലോ ഈ കഴിഞ്ഞുപോയ മാസം നമ്മെ ഓർമ്മിപ്പിക്കുക. ആ അതിഥി എന്ന് പറയുന്നത് നാം ധ്യാനിച്ചതുപോലെ മരണമാണ്. മൃതി എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ധനികനായ വ്യക്തി തനിക്കായി ഒരുപാട് സമ്പത്ത്, ധനം ശേഖരിച്ചു. തനിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സ്വത്തുവകകളും ആയിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ജീവിതം ഭദ്രമായി എന്നൊരു ചിന്തയാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. ഇനി ഒരു ജാഗ്രതയ്ക്ക് അയാൾ ഇടം കാണുന്നില്ല. തൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയണം എന്നത് മാത്രമാണ് അയാളുടെ ചിന്ത. തന്നോട് തന്നെ പറയുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. കാരണം അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ധനം കൊണ്ട്, ഈ ലോകത്ത് ആ മനുഷ്യൻ നേടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ആ മനുഷ്യനിൽ നിന്നും നാം കാണുക. കൂടാതെ ഇനി ജാഗ്രതയ്ക്ക് ഇടമില്ല. വിശ്രമിക്കേണ്ട, തിന്നുകുടിച്ച് ആനന്ദിക്കേണ്ട സമയമാണ് തൻ്റെ മുൻപിലുള്ളത് എന്ന് ആ മനുഷ്യൻ വിചാരിക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണല്ലോ ജീവിതം മാറിമറിയുന്നത്. ദൈവം അയാളോട് പറഞ്ഞു, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ കാതുകളിൽ ഏതു നിമിഷവും വന്നു ചേരാം. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? നാം നടക്കുന്ന വഴികൾ, നാം യാത്ര ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ മരണത്തെ അനുഗ്രഹപ്രദമാക്കുന്നതിന് നമ്മെ
സഹായിക്കും. ഞങ്ങളുടെ തന്നെ സഭയിലെ ഒരു വൈദികൻ്റെ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ആരോഗ്യത്തോടു കൂടി മുൻപോട്ട് പോകുന്ന സമയം അദ്ദേഹം ഒരിടത്തേക്ക് യാത്ര ചെയ്യാനായി തൻ്റെ വാഹനവുമായി പുറത്തേക്ക് പോയതാണ്. അദ്ദേഹം ടൗണിലെത്തിയപ്പോൾ അവിടെ ട്രാഫിക് സിഗ്നലിൻ്റെ മുൻപിൽ അദ്ദേഹം തൻ്റെ വാഹനം നിർത്തി. പുറകെ നിന്ന് മുൻപോട്ടെടുത്ത ഒരു ബസ് ആ വാഹനത്തിൽ ഇടിച്ച് അദ്ദേഹം റോഡിൽ വീണു. അവിടെ നിന്നും 500 മീറ്റർ മാത്രമായിരുന്നു ഏറ്റവും നല്ല ആശുപത്രിയിലേക്കുള്ള ദൂരം. പക്ഷേ അവിടെ എത്താൻ കഴിയാതെ അദ്ദേഹം തൻ്റെ ജീവൻ വെടിഞ്ഞു. പക്ഷെ പ്രിയമുള്ളവരെ, അങ്ങനെ മരണമടഞ്ഞിട്ടുകൂടി വളരെ അപ്രതീക്ഷിതമായി ദൈവം തിരികെ വിളിച്ചിട്ടുകൂടി ചുറ്റുമുള്ളവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മരണം വലിയ അനുഗ്രഹപ്രദമായ ഒന്നായിരുന്നു. കാരണം ആ ആഴ്ചയിൽ തന്നെ അദ്ദേഹം കുമ്പസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രിയമുള്ളവരെ, ഒരുക്കത്തോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം എപ്പോൾ നമ്മുടെ അരികിൽ വന്നു ചേർന്ന് നമ്മെ തിരികെ വിളിച്ചാലും ആ വിളി അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുക്കമില്ലാതെ പോയതുകൊണ്ടാണ് യാതൊരു മറുപടിയും പറയാൻ അയാൾക്ക് കഴിയാതെ പോയത്. വചനം ഇങ്ങനെയാണ് പറയുക: നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും എന്ന് ദൈവം ചോദിച്ചുവെങ്കിലും അദ്ദേഹത്തിന് മറുപടി ഒന്നും ഉണ്ടായില്ല. മറിച്ച് ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ ആ വചനഭാഗം അവസാനിപ്പിക്കുന്നു: ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവൻ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ സമ്പന്നനാകുക, ദൈവസ്വരത്തിനായി ജാഗ്രതയോടുകൂടി കാത്തിരിക്കുക എന്നതാണ് മറ്റെന്തിനേക്കാൾ പ്രധാനം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഈ അതിഥി കടന്നു വരുമ്പോൾ ഒരിക്കലും നമുക്ക് തിരികെ പറഞ്ഞയക്കാൻ കഴിയാത്ത ഈ അതിഥി കടന്നു വരുമ്പോൾ നാമും ഒരുപക്ഷെ ഇതുപോലെ ഈ മനുഷ്യൻ്റെ ഇതുപോലെ ഉത്തരം നൽകാൻ കഴിയാതെ നിൽക്കേണ്ടി വരും. ക്രിസ്തു തന്നെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ വഴി നടത്തിയ 3 പേരെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജായറോസിൻ്റെ മകൾ, നായിമിലെ വിധവയുടെ മകൻ, ബഥാനിയായിലെ ലാസർ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ മരണത്തിൽ നിന്നും മനുഷ്യൻ തിരികെ ജീവിതത്തിലേക്ക് നടക്കുക എന്നത് നമ്മിൽ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥം ഈ വചനഭാഗങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വയ്ക്കുക ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരായി ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനായിരുന്നിരിക്കണം. അതുകൊണ്ട് ഈ മനുഷ്യരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ, മൃതി എന്ന സത്യം അത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തതാണ് എന്നൊരു ചിന്തയാണ് കൂടുതലായി നമുക്ക് നൽകേണ്ടത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ തന്നെ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ഉപമയാണല്ലോ ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതം. അവിടെ തൻ്റെ പടിയരികിൽ നീറിക്കഴിയുന്ന, വേദനയിൽ കഴിയുന്ന ആ ലാസർ എന്ന മനുഷ്യനെ ഈ ധനവാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മരണം അയാളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി വന്നു ചേർന്നു. അയാൾക്കും മരണത്തെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും മുൻകൂട്ടി ലഭിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ മനുഷ്യൻ ലാസറിനെ സഹായിക്കുമായിരുന്നിരിക്കണം. അദ്ദേഹം കരുതിയിട്ടുണ്ടാകും, ഇനിയും ഒരുപാട് ദിനങ്ങൾ അനുതപിക്കാൻ തൻ്റെ മുൻപിലുണ്ട്. ലാസറിനെയും അതുപോലുള്ള മറ്റുള്ളവരെയും സഹായിക്കാനായി ഒട്ടനേകം ദിനങ്ങൾ ദൈവം തനിക്കായി കരുതിയിട്ടുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, അപ്രതീക്ഷിതമായാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും മൃതി കടന്നു വരുന്നത്. നരകയാതനകൾക്കിടയിൽ നിന്നും ഒരു തുള്ളി ദാഹജലത്തിനായി കേഴുന്ന ആ ധനവാന്റെ ചിത്രം ഒരുപക്ഷെ നമ്മിലൊക്കെ വലിയ ഭീതി ഉണർത്താൻ ഇടയുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ ഉറപ്പായും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളാകും, ജാഗ്രതയോടെ ജീവിക്കുന്ന മനുഷ്യരാകും. നമ്മൾ നടന്നു പോകുന്ന വഴികൾ, നമ്മൾ ജീവിക്കുന്ന രീതി, ഇതൊക്കെയാണ് നമ്മുടെ മരണത്തെ
അനുഗ്രഹപ്രദമാക്കുക. പല രീതിയിൽ നാമൊക്കെ ഈ ലോകത്തിൽ നിന്നും വിട പറയേണ്ടി വരും. ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളിലൂടെ. എന്നാൽ ഏതു രീതിയിൽ നമ്മൾ മരണമടഞ്ഞാലും അത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്രയാകണമെങ്കിൽ പ്രിയമുള്ളവരെ, അതുപോലെ ഒരുക്കത്തോടെ വേണം നാം ജീവിക്കാൻ. മൃതി എന്ന് പറയുന്നത് ഒരുക്കത്തോടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിൻ്റെ പക്കലേക്കുള്ള ഒരു വാതിലാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഒട്ടനേകം ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നമ്മുടെ ഈ ലോകത്തിൽ ദൈവം നൽകിയിട്ടുള്ള ശരീരം അഴിഞ്ഞെങ്കിൽ മാത്രമേ അത് നിത്യജീവനിലേക്കുള്ള ഒരു പുതിയ ജനനമാകൂ. അങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന വഴികൾ നല്ലതാകണം. വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ മൃതിയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. വചനം പറയുന്നു, 14-ാം അധ്യായം 13-ാം തിരുവചനം, അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾ നമ്മെ അനുഗമിക്കും. കർത്താവിൽ മൃതി അടയുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് വചനം തന്നെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മൃതി അടയുന്നവർക്ക് അത് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായി മാറും. ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇൻ്റർനെറ്റിലൂടെ പ്രചരിച്ച ഒരു ചിത്രം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അർജന്റീനയിൽ ഉള്ള ഒരു സന്യാസിനിയുടെ മനോഹരമായ ഒരു ചിത്രം. പ്രിയമുള്ളവരെ, അവർ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കിടക്കയിലായിരിക്കുന്ന ഒന്നാണ് ആ ചിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ജീവിതത്തിൽ മരണം അടുത്തു വന്നപ്പോഴാണ്, മരണം അരികിൽ നിൽക്കുമ്പോഴാണ് അവർ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്. 43 വയസ്സ് പ്രായമുണ്ടായിരുന്ന സെസിലിയ മരിയ എന്ന് പറയുന്ന ഒരു സന്യാസിനി, അവർ അറിയുകയാണ് അവരുടെ നാവിൽ അർബുദം കടന്നു വന്നിരിക്കുന്നു. അത് പതിയെ ശ്വാസകോശങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരുപാട് സഹനങ്ങളുടെ, നൊമ്പരങ്ങളുടെ, വേദനയുടെ ദിവസങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. കിടക്കയിലായിരിക്കുന്ന സമയം ഒരുപാട് മനുഷ്യർ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുന്നവർക്കെല്ലാം ഒരു ചിന്തയുണ്ട്, ഈ സന്യാസിനിയെ എങ്ങനെ ആശ്വസിപ്പിക്കും? കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. മരണം അരികിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വന്നവരെല്ലാം വലിയ ദുഃഖഭാരത്തോടെയാണ് അവരെ സമീപിച്ചത്. പക്ഷേ വന്ന വ്യക്തികളോടെല്ലാം അവർ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇങ്ങനെ എല്ലായിടങ്ങളിലും പ്രചരിച്ച ആ ചിത്രം. അവർ സകലർക്കും പുഞ്ചിരി നൽകി. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് പറയുക, തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞപ്പോഴെല്ലാം തൻ്റെ വിശുദ്ധ വസ്ത്രമണിഞ്ഞ് അവർ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ. വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് തിരികെ വന്ന് അവർ മറ്റുള്ളവരോട് പറഞ്ഞു, ഈ സഹനങ്ങളിൽ, ഈ വേദനയിൽ പോലും കർത്താവിൻ്റെ പ്രവൃത്തി അത് വളരെ വലുതാണ്. കർത്താവിൻ്റെ പ്രവൃത്തി വലുതാണെന്ന് മരണനേരത്ത് അവർ തിരിച്ചറിയുന്നു. അങ്ങനെ അവർ മറ്റുള്ളവരുടെ എല്ലാം സാന്നിധ്യത്തിൽ മരണമടഞ്ഞു. ആ മരണമടയുമ്പോൾ അരികിലുണ്ടായിരുന്നവർ പകർത്തിയ ചിത്രമാണ് എല്ലായിടങ്ങളിലും പ്രചരിച്ചത്. വളരെ മനോഹരമായി പുഞ്ചിരിക്കുന്ന ആ സന്യാസിനിയുടെ ചിത്രം. അതായത് ഒരുക്കമുള്ളവർക്ക്, ജാഗ്രതയോടെ ജീവിക്കുന്നവർക്ക് മരണശേഷവും പുഞ്ചിരിക്കാൻ കഴിയും എന്ന് അവരുടെ ജീവിതം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം, മരണശേഷം
ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് എങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ദൈവം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അരികിൽ വരാം, എപ്പോൾ വേണമെങ്കിലും നമ്മെ തിരികെ വിളിക്കാം എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരു പക്ഷേ അതനുസരിച്ച് നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തും, ജീവിതം രൂപപ്പെടുത്തും. ലൂക്കാസ് വിശേഷത്തിൻ്റെ 21-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെയാണല്ലോ പറയുക: സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇവ മൂലം നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആ ദിവസം ഒരു കെണി പോലെ നമ്മുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്ന് കുറിക്കുന്നുണ്ട്. 21 മുതലുള്ള തിരുവചനങ്ങൾ, 1-ാം അധ്യായം: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക്, നന്മയിൽ നിലനിൽക്കുന്ന, ക്രിസ്തുവിൽ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് പറയാൻ കഴിയും: മരണമാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന്. ഒരുപക്ഷെ നാമൊക്കെ ഒരുപാട് കാലം ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ഒരുപാട് കാലം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ മരണത്തെ ഭയപ്പെടുന്നവരാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നന്മയില്ലാതെ തിന്മയിൽ ജീവിക്കുന്ന, ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഒരുപക്ഷെ മരണം കൂടുതൽ ഭയം നൽകുന്നത്. നരകയാതനയെക്കുറിച്ചുള്ള ഭയം അവരുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കും. പക്ഷേ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വരത്തിനായി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മരണം വലിയ ഭയം നൽകില്ല. മറിച്ച് അത് യേശുവിനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു വാതിലാണെന്ന് അവർ തിരിച്ചറിയും. അങ്ങനെയുള്ള ചിന്തകൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതാനുള്ള അവസരങ്ങളാണെന്ന് അവർ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, നാമൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഗാനമാണല്ലോ: കേട്ടു നടുങ്ങി മനമിളകി ഭീതി വളർന്നൻ മനമിടറി എന്നുള്ള ആ ഗാനം. നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മൾ യാചിച്ചാലും ഒരുപക്ഷെ നമുക്ക് ഒരുങ്ങാനായി കൂടുതൽ സമയം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുക്കത്തോടെ ദൈവസ്വരത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഒരുക്കമുള്ളവർക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള ഒരു വാതിലാണ് ഈ അതിഥി ഒരുക്കി തരിക. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഈ അതിഥിയോട് ഒരിക്കലും മടങ്ങിപ്പോകാൻ പറയാൻ, ആ അതിഥിയെ സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നാം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതിനായി നമുക്ക് ഏറ്റവും ജാഗ്രതയോടെ ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.